അപ്പോൾ രേണു സുധീനെ ഇന്റർവ്യൂ ചെയ്ത് ആ ചോദ്യങ്ങളുടെ ഒരു ക്വാളിറ്റി അസസ്മെന്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ ഷാരിയയ്ക്ക് എന്താണ് തോന്നുന്നത്? അത് ഉത്തരം പറ. അത് ക്വാളിറ്റിയിൽ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു വെറൈറ്റി ഷോ ആയിട്ടാണ് എനിക്കത് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി തോന്നിയിരിക്കുന്നത്. ഞാനൊരു പ്രൊഫഷണലാണ്. നീ പക്ഷെ അവരോട് ചോദിച്ച പല ചോദ്യങ്ങളും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അങ്ങനെയുള്ള പല കാര്യങ്ങളും ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് കുറച്ച് കമന്റ്സ് ഒക്കെ. ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം രേണു സുധിക്ക് ഒരുപാട് ഫാൻസ് കൂടി. ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അത് രേണു സുധി എന്നോട് നന്ദി പറയണ്ടേ? ഇപ്പൊ രേണു സുധി നന്ദി പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയണത്. സോ അതുകൊണ്ട് അവർക്ക് പ്രൊഫഷണലി ഗുഡായി. എനിക്കിപ്പോ നെഗറ്റിവിറ്റി തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള തോൺസ് കിട്ടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതെന്നെ എപ്പോഴും വളരെ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ പോടാ നിർത്തി പോടാ. നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ ഷാരിക തന്നെ രേണു സുധിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, ആർ യു സൈക്കോ ടു എൻജോയ് ഓൾ കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി എന്ന് ചോദിച്ചില്ലേ, നിങ്ങളൊരു സൈക്കോ ആണെന്ന്. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. പിന്നെ എന്താണ് പ്രശ്നം ഡോക്ടറെ? ഇവിടെ പ്രശ്നം ഒരാളെ സൈക്കോ എന്ന് വിളിക്കുമ്പോൾ, അതായത് നിങ്ങൾ നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട് നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് ഷാരിയയ്ക്ക് സന്തോഷിക്കാം, പക്ഷെ രേണു സുധിക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. എന്നെ ഇന്റർവ്യൂ ചെയ്യുവാന്ന് പറഞ്ഞാൽ ഇരുത്തിയത്. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു ഡോക്ടർ പേഷ്യന്റിനോട് സംസാരിക്കുന്ന പോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. എഗൈൻ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണ എന്നുള്ളത്. ഒരു ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. പശുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിനെ തെങ്ങി കെട്ടിയിട്ടിട്ട് തെങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഞാൻ പറയേണ്ടി വരും. തെങ്ങിന് ബലമില്ലെങ്കിൽ ചിലപ്പോൾ പറയേണ്ടി വരും. പശുവോട് കഴിഞ്ഞു തെങ്ങിനെ കുറിച്ച് പറയേണ്ടി വരും. ഓക്കെ, നിനക്കെന്താ ഈ ചോറല്ലേ കഴിക്കുന്ന വിവരം ഇല്ലേ? I am okay. Did you drink something? No, എനിക്ക് ആ ഹാബിറ്റ്സ് ഇല്ല. Okay. ഞാൻ ഡ്രിങ്ക് ചെയ്യാറില്ല. ഇപ്പൊ ഡോക്ടറാണ് എന്നെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നത്. നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. എനിക്ക് ആണ് ഞാൻ പറഞ്ഞതെന്ന് ശരി. ഞാൻ ഉദ്ദേശിച്ചത് ഡ്രിങ്ക് സംതിങ് എന്താണ്? വാട്ടർ കുടിച്ച് ആർക്കെങ്കിലും ഇങ്ങനെ കിക്കടിക്കുവോ? അതെന്ത് ചോദ്യം? ഇപ്പൊ കിക്കടിക്കുന്ന കാര്യം. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. എന്റെ ഡോക്ടറെ എന്തൊക്കെയാണ് ആരാ പറഞ്ഞത്? ഡ്രിങ്ക് സംതിങ് എന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താ? മരുന്ന് കഴിക്കുന്നുണ്ടോ? You know what you're doing right now. അത് വളരെ മോശമാണ് ഡോക്ടർ. ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. താങ്കൾ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല ഷാരിക. പിന്നെ എന്തിനു വേണ്ടി താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത്? ആരുടെ ചോദ്യങ്ങളാണ് താങ്കൾ ചോദിക്കുന്നത്? സ്റ്റോൺ മേക്കേഴ്സ് വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആയിക്കോട്ടെ, നല്ല കാര്യം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. പ്രേക്ഷകരെ, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ടിങ് ടിങ് അടിക്കണം.